ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് യാതൊരു മടി കൂടാതെ പറയാൻ പറ്റും അത് സയൻസ് എടുക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. ജീവിതാനുഭവം കൊണ്ട് എനിക്കും വേണമെങ്കിൽ അത് പറയാം. അതെ, പക്ഷെ ഞാൻ IIM എത്തിയ ക്ലാസ് റൂമിൽ എത്തുമ്പോഴാണ് എനിക്ക് സയൻസിൻ്റെ പവർ ഒന്നുകൂടി മനസ്സിലായത്. ഒരു കുട്ടി 21ാമത്തെ 22ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ് പാസ് ഔട്ട് ആകുമ്പോൾ അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 24 lakhs അല്ലെങ്കിൽ 25 lakhs per annum ആണ്. കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റുഡൻറ്റ് അവരുടെ കരിയറിലെ പിനക്കിൾ ഏറ്റവും ടോപ്പിൽ അവർ എത്തുന്ന പൊസിഷൻ എന്ന് വെച്ചാൽ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM ഒക്കെ എടുത്താൽ ഇതിൻ്റെ ഇന്ത്യൻ CEOs അല്ല, ഗ്ലോബൽ CEOs ഒക്കെ ഇന്ത്യക്കാരാണ്, എൻജിനീയേഴ്സാണ്. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി പോവുക, എന്നിട്ട് അവിടെ നിന്ന് പഠിക്കുക, ഭയങ്കര റിലാക്സ് ആയിട്ട് അങ്ങനെ പാരൻസിന് ഒരു ബേർഡനും ഇല്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിന് മേലെ നമ്മൾ ഇത് മതി എന്നൊരു തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് അറിയുന്ന ആളുകളുണ്ട്, അവരുമായി കൺസേൺ ചെയ്യുക, അവരുമായി സംസാരിക്കുക, അറിയാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അങ്ങനെ മനുഷ്യനെ ഇവോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകത SLCക്ക് ശേഷം 10ാം ക്ലാസ്സിന് ശേഷം സയൻസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ അവസാനം വരെ കണ്ടോ. കാരണം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാനല്ല ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി പോകും, കാരണം ഞാൻ സയൻസിനെ പറ്റി വാദോരാതെ വാചാലായി സംസാരിക്കുക, ഞാൻ സയൻസ് എടുത്ത ഒരാളെന്നല്ല. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ കിട്ടിയ ഒരാൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ഒരാളാണ്. പക്ഷേ മൂപ്പരെ ഷർട്ടുമേലെ ശ്രദ്ധിച്ചാലെങ്കിൽ ആയിരിക്കും ഈ IIM എന്താണ് കൊമേഴ്സ് പഠിച്ച ഒരാളാണോ ഈ സയൻസിനെ പറ്റി പറയാൻ വേണ്ടി പോകുന്നെങ്കിൽ തോന്നുമെങ്കിലും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ ആദ്യം ആളൊന്ന് പരിചയപ്പെടുത്താം. ഇത് മിസ്റ്റർ അദ്നാൻ സാർ, ഞങ്ങളെ റേസിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഒരു സയൻസ് എടുക്കണം, കരിയർ എനിക്ക് അവിടെയാണ് കുറെ എന്താണ് എക്സ്പ്ലോർ ചെയ്ത് ലൈഫിനെ കുറച്ചും കൂടി സീരിയസ് ആയി കാണുന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ വീഡിയോ അവസാനം വരെ കണ്ടോ, യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിപാടി നടക്കാം. ആക്ച്വലി ഇപ്പൊ എന്താണ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ്, ഒരു സയൻസ് സബ്ജക്ട് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താ പറഞ്ഞിട്ട് കാര്യം? ആദ്യം നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ സ്ട്രീംസ് ഉണ്ടല്ലോ, അപ്പോ ഏത് സ്ട്രീം എടുക്കണം ഒരു ചോദ്യം അല്ലേ, ആരാണ് സയൻസ് എടുക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചാല് അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു ഉത്തരം അല്ലെങ്കിൽ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ സ്ട്രീം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും ക്ലാരിറ്റി ഉണ്ടാവില്ല, അവർക്ക് എന്തിലാണ് താല്പര്യം, അതല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന സ്ട്രീമിലെ സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ജോലി കിട്ടും, എത്ര സാലറി കിട്ടും, ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടികളുടെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ക്ലിയർ ആണ്, എനിക്കിപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കൊമേഴ്സ് എടുത്തോ. അതിൽ എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ സയൻസ് എടുക്കുക. ഇനി ഇതൊന്നും പറ്റിയൊന്നും നിങ്ങൾക്കൊരു ധാരണ ഇല്ല, പക്ഷെ നിങ്ങൾ പഠിക്കാൻ അത്യാവശ്യം താല്പര്യമുള്ള ആളാണ്, കരിയറിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നുള്ളൊരു ബോധ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ ചിലപ്പോൾ ബയസ്ഡ് ആയിരിക്കുക കാരണം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് യാതൊരു മടി കൂടാതെ പറയാൻ പറ്റും അത് സയൻസ് എടുക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. ജീവിതാനുഭവം കൊണ്ട് എനിക്കും വേണമെങ്കിൽ അത് പറയാം. ഞാൻ ഒരു കൊമേഴ്സ് എടുത്ത ആളാണ്, പക്ഷെ ആ സമയത്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്തിനാണ് കൊമേഴ്സ് എടുത്തെന്ന് ചോദിച്ചാൽ അന്ന് എന്നോട് ഒരാൾ പറഞ്ഞു സയൻസ് ഭയങ്കര ടഫാട്ടോ, എടുക്കണ്ടേ, കൊമേഴ്സ് ആണ് കുറച്ചുകൂടി നല്ലത്, ഹ്യൂമാനിറ്റീസ് വേണ്ട, കൊമേഴ്സ് എടുത്തത് കൊമേഴ്സ് മീഡിയം ആണല്ലോ, രണ്ടിന്റെയും മിഡിൽ കിടക്കും, നീ കൊമേഴ്സ് എടുത്തോ, അങ്ങനെ എടുത്തു അതാ. പക്ഷെ അതുകൊണ്ട് പിന്നെ ലൈഫ് അങ്ങ് ഇല്ലാതായിപ്പോയെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇപ്പോ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആക്കാൻ കഴിയുമായിരുന്നു. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു റീസെന്റ് എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പാരൻ്റാണ്, അത് പറഞ്ഞ് ഞങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് കാരണം മോന് ഒന്നുകൂടെ താല്പര്യം സിവിൽ സർവീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ അഗെയിൻ അത് നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ എന്താണ്, ഹ്യൂമാനിറ്റീസും സിവിൽ സർവീസും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. പക്ഷെ നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കാം, 70% സിവിൽ സർവൻസും എഞ്ചിനീയേഴ്സാണ്. ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കോഴിക്കോടിൻ്റെ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IIT കാരനാണ്, എഞ്ചിനീയറാണ്. സബ് കളക്ടർ ഗൗതം രാജ് എഞ്ചിനീയറാണ്, IIT കാരനാണ്. അപ്പോൾ ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ 70% ആൾക്കാരും എഞ്ചിനീയേഴ്സാണ്. എന്ന് വെച്ചാൽ എഞ്ചിനീയേഴ്സ് പൊതുവെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ, അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ NIT പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ NIT പഠിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് സമ്മർ വെക്കേഷൻ ഒരു 3 മാസം ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞൊരു സെം ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ഒരു 1 month, അപ്പോൾ ഏകദേശം 4 മാസം ബ്രേക്കാണ്. സാറ്റർഡേ സൺഡേ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആകെ 6 മാസം നമ്മൾ കോളേജിൽ പോകുന്നുള്ളൂ, ബാക്കി 6 മാസം നമുക്ക് ഫ്രീ ആണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സിവിൽ സർവീസ് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ സിവിൽ സർവീസ് നമ്മൾ എഴുതുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ NIT IIT ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലും എനിക്ക് നല്ലൊരു കരിയർ ഉണ്ട് എന്നുള്ളൊരു സേഫ്റ്റി നെറ്റ് ഉണ്ടാവും, അപ്പോൾ ഒന്നുകൂടി റിലാക്സ് ആയി പഠിക്കാം. അപ്പോൾ അതല്ല നമ്മളെ വിഷയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അപ്പോൾ ഞാൻ പറയും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സയൻസ് ആണ്. കാരണം സയൻസ് എടുത്ത് നമുക്ക് ഏത് മേഖലയിലേക്കും തിരിയാം. ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2013 NIT പാസ് ഔട്ട് ആയത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത് ജർമ്മൻ കമ്പനിയുടെ ബോഷിലാണ് ഞാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടി, എനിക്ക് കുറച്ചുകൂടി താല്പര്യമുള്ളത് മാനേജ്മെൻറ്റ് മേഖലയിലാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ CAT എഴുതി IIM MBA ജോയിൻ ചെയ്തു.
പക്ഷെ ഞാൻ IIM എത്തിയ ക്ലാസ് റൂമിൽ എത്തുമ്പോഴാണ് എനിക്ക് സയൻസിൻ്റെ പവർ ഒന്നുകൂടി മനസ്സിലായത്. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മാനേജ്മെൻറ്റ് കോളേജിലേക്ക് പോകാണല്ലോ, അങ്ങനെ IIM എത്തുമ്പോൾ നമ്മളെ മനസ്സിലെന്താണ് മൊത്തം BCom-കാരും BA-ക്കാരും ഒക്കെ ആൾക്കാരാണ്. അവിടെ പോകുമ്പോഴേക്കും 75% എഞ്ചിനീയേഴ്സാണ്, എല്ലാം മറ്റേ NIT IIT. എൻ്റെ ബാച്ച്മേറ്റ്സ് ഉണ്ട് NIT പഠിച്ച സീനിയേഴ്സ്, ഫുൾ എഞ്ചിനീയർമാരാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എഞ്ചിനീയറിങ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഒന്ന് നമുക്ക് ഇപ്പം നല്ലൊരു കോളേജിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ IIT എടുക്കാം, IIT മദ്രാസ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല IIT എന്ന് വെച്ചാൽ IIT മദ്രാസ്. IIT മദ്രാസിലെ ആവറേജ് പാക്കേജ് എന്ന് വെച്ചാൽ 24.5 lakhs. ഒരു കുട്ടി 21ാമത്തെ 22ാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ് പാസ് ഔട്ട് ആകുമ്പോൾ അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 24 lakhs അല്ലെങ്കിൽ 25 lakhs per annum ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാ നല്ല IITസിൻ്റെ ഒരു ആവറേജ് പാക്കേജ് ഈ റേഞ്ചിലാണ്. ഇനി പലപ്പോഴും ഞാൻ കുട്ടികളടുത്ത് സംസാരിക്കുമ്പോൾ പലർക്കും ഒന്ന് താല്പര്യം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ AI ഒക്കെ പഠിക്കാനാണ്. IIT മദ്രാസിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഹയസ്റ്റ് പാക്കേജ് അല്ല ഞാൻ പറയുന്നത്, ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് 54 lakhs per annum. അത് ആലോചിച്ച് നോക്കണം, 1.5 കോടി രൂപയിലാണ് ഒരു കുട്ടി 22ാമത്തെ വയസ്സിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 25ഓളം ആൾക്കാരാണ് 1 കോടിക്ക് മുകളിൽ സാലറി IIT മദ്രാസിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇനി ഞാൻ പഠിച്ച നമ്മൾ തൊട്ടടുത്തുള്ള NIT കാലിക്കറ്റ് ആവറേജ് പാക്കേജസ് I think 12.5 lakhs per annum. അതായത് മാസം പല ഡിഡക്ഷൻസ് ഉണ്ടാകുന്നവർ ഏകദേശം ഒരു 1 lakhൻ്റെ അടുത്ത് സാലറി വാങ്ങാൻ നമുക്ക് ആവറേജ് വാങ്ങാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികൾ NIT കാലിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 20 lakhs per annum എന്നുള്ള പാക്കേജിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സേഫസ്റ്റ് കരിയർ, അതായത് ഞാൻ പറയുന്നത് ഏറ്റവും അടിപൊളി സ്ട്രീമോ അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്ട്രീമോ അല്ല, സേഫസ്റ്റ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം, പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു കരിയർ വേണം, ലൈഫിൽ സെറ്റിൽ ആവണം. പല കുട്ടികളടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ മെയിൻ ഗോൾ എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവാന്നുള്ളത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യാതൊരു ഡൗട്ടും കൂടാതെ പറയും സയൻസ് ആണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ട്രീം എന്ന് പറയുന്നത്. അതായത് എല്ലാ മേഖലയിലേക്ക് എത്താൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാ മേഖലയിലേക്ക് എത്താൻ പറ്റും. ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി പറയാം. ഞാൻ IIM MBA കഴിഞ്ഞു ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ കമ്പനി, ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കമ്പനി. ഇത് 2015. അപ്പോൾ അഗെയിൻ അവിടെ നിന്നാണ് എഞ്ചിനീയർമാരുടെ പവർ ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ 18 ലക്ഷം, ഏകദേശം 20 ലക്ഷം കോടിയാണ് റിലയൻസിൻ്റെ വാലുവേഷൻ, 20 ലക്ഷം കോടി. ആ കമ്പനിയുടെ ഇപ്പോൾ ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റുഡൻറ്റ് അവരുടെ കരിയറിലെ പിനക്കിൾ ഏറ്റവും ടോപ്പിൽ അവരെത്തുന്ന പൊസിഷൻ എന്ന് വെച്ചാൽ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറാണ്, CFO. റിലയൻസിൻ്റെ CFO എന്ന് ഞാൻ ജോലി ചെയ്യുന്ന ടൈമിൽ അലോക് അഗർവാൾ, അദ്ദേഹം നല്ല അടിപൊളി IIT എഞ്ചിനീയറാണ്, CA-കാരനോ BCom-കാരനോ അല്ല. ഇനി ഇതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുമ്പോൾ ഒന്ന് റിലയൻസ് ടാറ്റ, അങ്ങനെയല്ലോ. ടാറ്റയുടെ ഗ്രൂപ്പ് പല കമ്പനീസ് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ്, TCS. ഇതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പനി, ഇതിനൊക്കെ ഗ്രൂപ്പായിട്ട് ടാറ്റ സൺസ് പറയുന്നത് ഗ്രൂപ്പ് ഹോൾഡിംഗ് കമ്പനി. ആ ഗ്രൂപ്പ് CFO എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കാം, സൗരഭ് അഗർവാൾ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ BCom-ഓ BBA ഒന്നല്ല പഠിച്ച്, അയാൾ IIT-കാരനാണ്. IIT കഴിഞ്ഞ് IIM MBA ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതാണ് സയൻസ് എടുത്താലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി, നിങ്ങൾക്ക് ഏത് മേഖലയിലേക്കും തിരിയാം. അതായത് കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റുഡൻറ്റിൻ്റെ അവർ ഏറ്റവും പിനാക്കിൾ പൊസിഷനായ CFO ലെവലിലേക്ക് വരെ നിങ്ങൾക്ക് സയൻസ് എടുത്താൽ എത്താൻ പറ്റും. അപ്പോൾ അതാണ് സയൻസ് എടുത്താലുള്ള ഒരു ഗുണം. പിന്നെ സയൻസ് എടുത്താൽ എന്തൊക്കെ സ്ട്രീംസ് ആണുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന എഞ്ചിനീയറിംഗ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്. മെഡിസിനിൽ MBBS മാത്രമല്ല, നമ്മൾ പറയുന്ന ആയുഷ് കോഴ്സസായ ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ പോലുള്ള കോഴ്സസ് ഉണ്ട്. അഗ്രികൾച്ചർ, വെറ്റിനറി കോഴ്സസ് ഉണ്ട്. നഴ്സിംഗിലേക്ക് പോവാം. പിന്നെ പാരാമെഡിക്കൽ കോഴ്സസ്, അതായത് ഡയാലിസിസ് ടെക്നോളജി, ലാബ് ടെക്നീഷ്യൻ, പിന്നെ എക്സ്റേ, ECG ടെക്നീഷ്യൻ എന്നൊക്കെ പറയുന്ന പല ഫിസിയോതെറാപ്പി ഒക്കെ പോലുള്ള സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, സ്പീച്ച് പെത്തോളജി ഒക്കെ പോലെ പല കോഴ്സസും സയൻസ് എടുത്താൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സയൻസ് എടുത്താലുള്ളൊരു ബെനിഫിറ്റ്സ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ മേഖലയിലേക്കും ഈ സയൻസ് അല്ലെങ്കിൽ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ച ആളുകൾ എത്താനുള്ള കാരണം? അവിടെ കിട്ടുന്ന എക്സ്പോഷർ എന്തായിരിക്കും? 2-3 കാര്യങ്ങളാണ്. നമ്മൾ ഏത് ജോലി എടുത്താലും നമ്മൾ ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ അനാലിസിസ് ഒക്കെയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗിന് നാച്ചുറലി ഒരു ഡാറ്റ അനാലിസിസ്, ഒരു അനാലിറ്റിക്കൽ മൈൻഡ് സെറ്റ് നമുക്ക് വരും. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലായാലും നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിലും ഡോക്ടർ വരുന്ന അവരെ രോഗിയുടെ കണ്ടീഷൻസ് നോക്കിയിട്ട് ഏത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ എങ്ങനെ മാർക്കറ്റ് ഷെയർ കൂട്ടുക, നമ്മൾ പ്രോഡക്റ്റ് എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതുപോലെ പ്രോബ്ലംസ് ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു അനാലിറ്റിക്കൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അനാലിറ്റിക്കൽ ലെവൽ ഓഫ് തിങ്കിങ് ആണ്. അത് നമ്മൾ ഈ നമ്പേഴ്സിൽ പ്രത്യേകിച്ച് JEE ഒക്കെ ക്രാക്ക് ചെയ്ത് IITസിലും NITസിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അനാലിറ്റിക്കൽ മൈൻഡ് സെറ്റ് കിട്ടും. പിന്നെ രണ്ടാമത് ഭയങ്കരമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കും. ഇപ്പോൾ ഒരു നോർമൽ എഞ്ചിനീയറിംഗ് കോളേജും വേഴ്സസ് ഒരു NIT ഞാൻ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ NITയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചില എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയ കുട്ടികൾക്ക് യൂണിഫോം ഇടണം, ഇതിട്ടില്ലെങ്കിൽ ഫൈൻ, അത് 5 മണി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കയറണം. പക്ഷെ NITയിലാണെന്ന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങൾക്ക് 3 മണിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോവാം, 4 മണിക്ക് തിരിച്ചു വരാം, ആരും നോക്കാനും പറയാനൊന്നുമില്ല. അതിന് 2 ഇതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ ആ ഒരു ലൈനിൽ പോവാം, അതിൽ പോവാം. പക്ഷെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻഡിപെൻഡൻസും ഭയങ്കരമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് വരും.
ഇപ്പോൾ NIT-ലാണെന്നുണ്ടെങ്കിൽ രാഗം തത്വം എന്ന് പറയുന്ന കൾച്ചറൽ ഫെസ്റ്റും ടെക്നിക്കൽ ഫെസ്റ്റിവലും ഉണ്ട്. ഇത് കംപ്ലീറ്റ്ലി, അതായത് നിങ്ങൾക്ക് വാച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് വീഡിയോ എടുത്ത് നോക്കാം രാഗത്തിൻ്റെ ഒക്കെ. അത്രയും വലിയ കോടികളുടെ ബഡ്ജറ്റിലുള്ള ഈ ഫെസ്റ്റിവൽസ് മൊത്തം നടത്തുന്നത് സ്റ്റുഡൻസ് ആണ്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തി ഫണ്ട് റേസ് ചെയ്യുക, കമ്പനീസിൻ്റെ അടുത്ത് നിന്ന് പ്രോഷോന് വേണ്ടി ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക, ടിക്കറ്റ് സെയിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നത് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എത്ര ഒരു ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഏത് മേഖലയിലായാലും നമുക്ക് അത്രയും നല്ല രീതിയിൽ എക്സൽ ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ പറഞ്ഞാണെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനീസ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM ഒക്കെ എടുത്താൽ ഇതിൻ്റെ ഇന്ത്യൻ CEOs അല്ല, ഗ്ലോബൽ CEOs ഒക്കെ ഇന്ത്യക്കാരാണ്, എഞ്ചിനീയേഴ്സാണ്. സത്യ നടേല IIT ഖരഗ്പൂറാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചൈ IIT ഖരഗ്പൂറാണ്. മൈക്രോസോഫ്റ്റ് CEO സത്യ നടേല മണിപ്പാലിൽ നിന്ന് BTech കഴിഞ്ഞിട്ടുള്ള ആളാണ്. IBM-ന്റെ CEO എനിക്ക് തോന്നുന്നു IIT മദ്രാസിൽ നിന്ന് BTech കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്ന് ലോകം കൺട്രോൾ ചെയ്യുന്നത് വരെ നമുക്ക് പറയാൻ പറ്റും IIT ബ്രെയിൻസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. ഇതിപ്പോ വേറെ സ്ട്രീമിലെ ആളുകൾ കാണുകയാണെങ്കിൽ ഇപ്പൊ സഹിക്കൂല. അല്ല, ഇതിൽ ഞാൻ പറയുന്നത് ഏത് സ്ട്രീം എടുത്താലും ഇന്നത്തെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് എൻട്രൻസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു BA അല്ലെങ്കിൽ BCom BBA ചെയ്യണം, PBA എടുക്കാം. നമുക്ക് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒന്ന്, നാട്ടിലുള്ള സാധാ പ്രൈവറ്റ് കോളേജിൽ BBA ചെയ്യാം. അത് കഴിഞ്ഞാൽ ജോലി കിട്ടോ ഇല്ലയോ, കിട്ടുകയാണെങ്കിൽ എന്താണ് സാലറി, 5000-10000 രൂപക്കൊക്കെയാണ് പല കുട്ടികൾ ജോലി ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ CUET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ അവിടെ കുറേ കോളേജസ് ഉണ്ട്. ഇപ്പോൾ ശ്രീറാം കോളേജ്, ലേഡി ശ്രീറാം കോളേജ് എന്നൊക്കെ പറയുന്ന അവിടെയൊക്കെ ഡിഗ്രി ചെയ്ത കുട്ടികളെ പാക്കേജ് പ്ലേസ്മെൻറ്റിൽ ആവറേജ് പാക്കേജ് ഓൾമോസ്റ്റ് NITസിനൊക്കെ 10 to 12 lakhs കിട്ടും. അതായത് 1 ലക്ഷത്തിൻ്റെ അടുത്ത് BBA BCom പോലെ സാധാ ഡിഗ്രി ചെയ്താൽ കിട്ടും. പക്ഷേ ഇതിലൊരു മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് മേഖല തിരഞ്ഞെടുത്താലും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കൂ എന്നുള്ളൊരു തീരുമാനം എടുക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഡിഗ്രിയാണ് ചെയ്യണമെങ്കിൽ CUET ഉണ്ട്. ഇനി അതല്ല ഡിസൈൻ, ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ആപ്പൊക്കെയാണ് UI UX ഡിസൈൻ, അതല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിസൈനാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID എന്ന് പറയുന്ന NID DAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ഉണ്ട്. അത് എഴുതിയിട്ട് ഡിസൈൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല ബേസിക്കലി ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്നുള്ള കോഴ്സിനാണ് അവർ ജോയിൻ ചെയ്യുക. ഈ IITസും ഇപ്പോൾ ബാച്ചിലർ ഓഫ് ഡിസൈൻ ഓഫർ ചെയ്യുന്നുണ്ട്. അത് UI UX പോലുള്ള ഇതിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ UCED എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എഴുതിയിട്ട് IIT ബോംബെയിലൊക്കെ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ഡിസൈനിൽ ജോയിൻ ചെയ്യാം. ഇനി അതെല്ലാം ലോ ആണ് പഠിക്കുന്നത്, വക്കീലാണ് ലോ പഠിക്കണം എന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ CLAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാംസ് ഉണ്ട്. നാഷണൽ യൂണിവേഴ്സിറ്റി NLU പിന്നെ NLSIU എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല കേരളത്തിലെ ലോ കോളേജിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ CLAT എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം എഴുതാം. പിന്നെ ഏത് മേഖല എടുത്താലും ഇപ്പോൾ നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കലിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല കുട്ടികളും വലിയ ഫീസ് കൊടുത്ത് 1-2 ലക്ഷം രൂപ കൊടുത്താണ് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് എയിംസിൻ്റെ അല്ലെങ്കിൽ ജിപ്മറിൻ്റെ എൻട്രൻസ് എഴുതിയിട്ട് ഒരു പാരാമെഡിക്കൽ കോഴ്സിന് എയിംസിലോ ജിപ്മറിലോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അത്രയും സ്കിൽ സെറ്റും അത്ര എക്സ്പോഷറും കൊണ്ടും, 2 ഫീസ് എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് 1000-2000 രൂപയെ ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി പോവുക, എന്നിട്ട് അവിടെ നിന്ന് പഠിക്കുക, ഭയങ്കര റിലാക്സ് ആയിട്ട്, അങ്ങനെ പാരൻസിന് ഒരു ബേർഡനും ഇല്ല. ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ ഏറ്റവും ബെനിഫിറ്റ് അതാണ്, നമ്മൾ പാരൻസിന് തീരെ ബേർഡൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് നമുക്കറിയാം ഏകദേശം 1 കോടിയോളം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ എയിംസിലാണെന്നുണ്ടെങ്കിൽ 5.5 വർഷം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ട്യൂഷൻ ഫീ ആകെ കൊടുക്കേണ്ടി ഒരു 6000 രൂപ 6500 രൂപ വരുള്ളൂ. പഠിച്ച് മൊത്തം ഒരു വർഷത്തെ ഫീസ് അല്ല ആകെ. അതെ. ഇനി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 20,000-30,000 രൂപയ്ക്ക് ആകെ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ സയൻസാണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മേഖലയാണെന്നുണ്ടെങ്കിലും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ പഠിക്കുള്ളൂ എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണം. ഞാൻ എവിടെയാണ് അവിടെ ഞാൻ ബെസ്റ്റ് ആയിരിക്കും. അതെ, അതാണ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ പഠിക്കുള്ളൂ എന്നുള്ളത്. എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവണം, പ്ലേസ്ഡ് ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്. നിങ്ങളിപ്പോൾ ഫാഷൻ ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ NIFT ആണ് എനിക്ക് പഠിക്കേണ്ടത്. അപ്പോൾ NIFTന്റെ എൻട്രൻസ് എഴുതണം, എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാം. അതെ, നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് അതിലോട്ട് വർക്ക് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ NITയിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചു. പക്ഷേ ഞാൻ NITയിൽ എത്തി എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിന് ശേഷം എനിക്ക് എഞ്ചിനീയറിംഗിനേക്കാൾ എനിക്ക് താല്പര്യം മാനേജ്മെൻറ്റ് സൈഡാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ MBA ചെയ്യാൻ വേണ്ടി IIMൽ ജോയിൻ ചെയ്തു. അതുപോലെ നമ്മളൊരു ലക്ഷ്യം ഇതിൽ വെച്ച് വർക്ക് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വേറെ പല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ആവും. പക്ഷെ അതിൽ നമ്മൾ എപ്പോഴും ഒരു ലക്ഷ്യം, ഒരു ഹൈ ഗോൾ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്തിരിക്കണം, എന്നിട്ട് അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സയൻസിന്റെ എല്ലാ ആഴത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിയില്ലേ. അതെ, ചില കുട്ടിക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവും, സാറായിട്ടൊന്ന് ഡയറക്റ്റ് സംസാരിക്കണം, നമ്മളായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനൊക്കെ ഒരു അവസരം
ചോദിക്കാം, അല്ല അവരുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കാം? നമുക്ക് ഒരു വെബിനാർ ചെയ്താലോ? വെബിനാർ ചെയ്യാം. നമുക്ക് സയൻസിന്റെ എല്ലാ സാധ്യതകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു വെബിനാർ ചെയ്യാം. നമുക്ക് അതിൽ കുട്ടികൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടോ, ഏതെങ്കിലും കാര്യം ഒരു മൊമെന്റിൽ പെട്ടെന്ന് തോന്നിയാട്ടത്. കാരണം എന്തായാലും ഇത്രയും ഡീറ്റെയിൽ ആയി പല കുട്ടികൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും. അങ്ങനെയാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ഒരു ഗൂഗിൾ ഫോം താഴെ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ അത് ഫില്ല് ചെയ്ത് വെച്ചോ. അതനുസരിച്ച് അവരെ വാട്സാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഷുവർ. എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. കുറെ കാര്യങ്ങൾ എനിക്ക് അതിനനുസരണം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോ എനിക്ക് തോന്നുന്നു ലെങ്ത് കുറച്ച് കൂടി പോയി തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നത്. ഇനിയും സംശയങ്ങൾ ഒരുപാട് ഉണ്ടാവും. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയങ്ങളുള്ള സമയം. അത് ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് അറിയുന്ന ആളുകളോ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിന് മേലെ നമ്മൾ ഇത് മതി എന്നൊരു തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് അറിയുന്ന ആളുകളുണ്ട്. അവരുമായി കൺസേൺ ചെയ്യുക, അവരുമായി സംസാരിക്കുക, അറിയാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ മനുഷ്യന് ഇവോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ആരും എല്ലാം തികഞ്ഞ ആളൊന്നല്ല. അപ്പൊ നിങ്ങൾ +2 SLC പഠിച്ചിറങ്ങിയ സമയത്തുള്ള ആളല്ലല്ലോ നിങ്ങൾ. അല്ല, ഞാൻ +1 ചോദിച്ചപ്പോൾ എനിക്ക് NIT എന്താന്ന് പോലും അറിയില്ല. അപ്പൊ NIT എന്താ വെച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്ഥാപനം. ചില പല കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ട് NIT എന്താണെന്നല്ല. NITയുടെ പ്രീവരാണ് IIT എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ പല സംവിധാനം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, എവിടെയെങ്കിലും നമ്മളിങ്ങനെ ചുരുങ്ങി പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം. ഒന്നെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തെ നിങ്ങൾ ഫോമിൽ നിന്ന് ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ ഒരുപാട് അപ്ഡേറ്റും കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഒരു സംശയം. അതായത് എപ്പോഴും ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുട്ടി പോലും ഒരു കാര്യത്തിനെ പറ്റി അറിവില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യരുത്, നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഇനി നമ്മുടെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ ഭയങ്കര എല്ലാ വീഡിയോസും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. നമുക്കത് ഡീറ്റെയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അല്ലേ. നമ്മുടെ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഉഷാറാവട്ടെ. അപ്പോൾ നന്നാവട്ടെ, നല്ല മക്കളായിട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം ലക്ഷ്യം വെച്ചിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അത് വലിയൊരു പോയിന്റാണ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ നമ്മളൊന്ന് സ്റ്റാൻഡേർഡ് നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ തീരുമാനിക്കുക. അതിനൊരു പടി താഴോട്ട് പോരുന്ന് ഉറപ്പാക്കുക. അതിനുവേണ്ടി വർക്ക് ചെയ്യാം. യെസ്, താങ്ക് യു, ബൈ. താങ്ക് യു.